സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സാധാരണ എപ്പോഴും നമ്മളെ കാണുമ്പോൾ അല്ലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഒരു ഫോണിലൂടെ ആണെങ്കിലും നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കുന്ന എന്തൊക്കെയുണ്ട് വിശേഷം, മറുപടി എന്തായിരിക്കും? കുഴപ്പമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അല്ലേ. അയ്യോ എന്തു പറ്റി? ഒന്നുമില്ല, ഭയങ്കര വെയിലല്ലേ, അല്ലെങ്കിൽ ഭയങ്കര മഴയല്ലേ, അല്ലെങ്കിലോ ഇപ്പം എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയാനാണ് എപ്പോഴും എല്ലാവർക്കും പൊതുവെ നമ്മളൊരു താല്പര്യം കണ്ടുവരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളൊക്കെ ആകാം അതിന് കാരണം. അതിന് പകരം എപ്പോഴെങ്കിലും നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ സുഖമാണ്, നല്ല രീതിയിൽ പോകുന്ന, അസുഖങ്ങളൊന്നുമില്ല, ദൈവത്തിൻ്റെ കൃപയിലെല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയാൻ നമുക്ക് സാധിച്ചാലോ. കഴിഞ്ഞ ദിവസം എഴുതിയ ടെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല എന്ന് പറയുന്നതിന് പകരം വളരെ നന്നായിട്ട് എന്നെക്കൊണ്ട് എഴുതാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം നന്നായിട്ട് എനിക്ക് എഴുതാൻ സാധിച്ചു അല്ലേ എന്ന് പറയാൻ സാധിച്ചാൽ, ഇങ്ങനെ പറയണമെങ്കിൽ ആദ്യം അത് ഞാൻ എന്നോട് തന്നെ ആദ്യം പറയേണ്ടതായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് ടോക്കുകളിൽ നമുക്കൊരു പോസിറ്റീവ് ടോക്ക് വളരെ ആവശ്യമാണ്. എനിക്ക് എന്നോട് തന്നെ നിന്നെ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് നിനക്ക് മാത്രമാണ് അല്ലേ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത് എനിക്ക് മാത്രമാണ് അല്ലേ. അപ്പം ഞാൻ എന്നോട് തന്നെ പറയണം, യു ആർ ഗ്രേറ്റ്, യു ക്യാൻ ഡു ദിസ്, യു ആർ ദ ഓൺലി പേഴ്സൺ ക്യാൻ അച്ചീവ് ദിസ് തിങ്. നിനക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. നമ്മളെ തന്നെ ഒന്ന് തോളത്ത് തട്ടി ഒന്ന് അഭിമാനത്തോടെ നീ ചെയ്തത് വളരെ നല്ല കാര്യമല്ലേ, നിനക്കത് ക്ഷമിക്കാൻ പറ്റിയില്ലേ, നിനക്കിപ്പോഴും അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ, ഈ കാര്യം നിനക്കല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ, നമ്മളോട് തന്നെ സംസാരിക്കാൻ, നമ്മളോട് തന്നെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള അത് അങ്ങനെ പറയാൻ സാധിക്കുമ്പോൾ എത്ര മാത്രം പവർഫുള്ളായിട്ട് നമുക്ക് നമ്മളെ തന്നെ മാറ്റാനായിട്ട് കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഓരോ ദിവസവും നമ്മളൊരു ബുക്കിൽ നമ്മൾ എഴുതി വയ്ക്കണം നമ്മളെക്കുറിച്ച് തന്നെ. അത് എന്നോട് തന്നെ, സിന്ധു നീ എത്ര സുന്ദരിയാണ്, നീ എത്ര പവർഫുള്ളാണ്, നീ എത്ര ലവബിളാണ്, നിനക്ക് എത്ര മാത്രം കാര്യങ്ങൾ അക്കംപ്ലീഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇതെല്ലാം നിനക്കൊരാൾക്ക് മാത്രമേ നിന്നെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മളെ കൈ പിടിച്ചുയർത്തണമെങ്കിൽ ആ കൈ പിടിച്ചുയർത്തേണ്ട വ്യക്തി ഞാൻ തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പോസിറ്റീവ് ടോക്കാണ്. ഏതൊരു മഹാനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കിയാലും അവരെക്കുറിച്ച് കണ്ടിരുന്ന അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിച്ചിരുന്ന പറഞ്ഞിരുന്ന